ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനം, നമ്മുടെ ആത്മാവിൻ്റെ ആഹാരം. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ധ്യാനിക്കാം. യിരെമ്യാവിനെ പോലെ ഞാൻ നിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പത്രേ. മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം പണത്തെ സംബന്ധിച്ച്, പണത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ മനോഭാവം എന്തായിരിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. പണമില്ലാത്തവൻ പിണം എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പണം നേടുവാനുള്ള, അത് തേടിയുള്ള യാത്രയിലാണ് ബഹുഭൂരിപക്ഷം മനുഷ്യരും. ഏതു വിധത്തിലും പണം സമ്പാദിക്കണം എന്നുള്ള ചിന്ത ഈ കാലങ്ങളിൽ വളരെ ശക്തമാണ്. എന്നാൽ യേശു പണത്തെ സംബന്ധിച്ച് തൻ്റെ ശിഷ്യന്മാർ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് 16-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ ഒരിക്കലും തന്നെ അനുഗമിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് കഴിയുന്നതല്ല എന്ന് യേശു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ യേശുവിനെ പരിഹസിച്ചു. ആ പരിഹാസത്തിന് മറുപടിയായിട്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായതെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പത്രേ എന്നുള്ളത്. ലോകത്ത് മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോകം മനുഷ്യരെ പല തട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് പണമാണ്. ഏറ്റവും വലുത്, ഏറ്റവും ഉന്നതമായത് പണമാണെന്നാണ് പലരുടെയും ചിന്ത. പണം മാത്രമല്ല, സ്ഥാനം, അംഗീകാരം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, ഉയർന്ന വിദ്യാഭ്യാസം, ഇതെല്ലാം ഉന്നതമായിട്ട് കരുതുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പണമാണ്. പണത്തെ സംബന്ധിച്ചാണ് മനുഷ്യൻ അതിനേക്കാൾ വലുതൊന്നുമില്ല, അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ചിന്ത വെച്ച് പുലർത്തുന്നത്. എന്നാൽ കർത്താവിൻ്റെ മനോഭാവം, കർത്താവിൻ്റെ പഠിപ്പിക്കൽ നാം ഇവിടെ ശ്രദ്ധിക്കണം. ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഉന്നതമെന്ന് മനുഷ്യൻ വിചാരിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പാകുന്നു എന്നാണ്. യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ആളുകളെ ഭരിക്കുന്ന മനോഭാവത്തിന് പകരം സൗമ്യതയോടെ പെരുമാറുന്ന ജീവിതം, അധികാരത്തിന് പകരം സേവനം, ശത്രുക്കൾക്ക് പോലും, അവർക്ക് വേണ്ടി പോലും ജീവൻ വെച്ചു കൊടുക്കുന്ന സ്നേഹം, ഇതൊക്കെയാണ് ഒരു ദൈവവേദന്റെ ജീവിത പ്രമാണമായിട്ട് കാണേണ്ടതെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഒരു ക്രിസ്തു ശിഷ്യനോട് മറ്റൊരാൾ അയാളുടെ ഉടുപ്പ് ആവശ്യപ്പെട്ടാൽ പുതപ്പും കൂടി ആ ശിഷ്യൻ വിട്ടുകൊടുക്കണം. 1 മൈൽ ദൂരം തന്നോടൊപ്പം പോകുവാൻ ആവശ്യപ്പെട്ടാൽ 2 മൈൽ ദൂരം കൂടെ പോകണം. ലോകത്തിൻ്റെ പ്രമാണങ്ങൾക്ക് തികച്ചും ഘടകവിരുദ്ധമായിട്ടുള്ള പ്രമാണമാണ് യേശു കർത്താവിൻ്റെ പ്രമാണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ലോകത്തെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ പ്രമാണത്തിനെതിരായ ഒരു പ്രമാണം, ആ പ്രമാണം അനുസരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളൊരു സമൂഹം, ആ സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണല്ലോ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം ശിഷ്യന്മാരുടെ മേൽ പകർന്നത്. സഭ എന്ന ആ സമൂഹം
ദൈവിക പ്രമാണത്തിനനുസരിച്ച് പുതിയ നിയമ സഭയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഈ പ്രമാണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ലോകമുന്നതമായിട്ട് കരുതുന്ന പലതിനെയും നാം കാണേണ്ടത് എപ്രകാരം ആയിരിക്കണം എന്നുള്ള പഠിപ്പിക്കൽ. ലോകത്തിൻ്റെ പണം, മാനം തുടങ്ങിയ കാര്യങ്ങളോട് ഒരു ദൈവപൈതലിൻ്റെ മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തെയും പണത്തെയും സേവിക്കുവാൻ ശ്രമിച്ച ചിലരുടെയെങ്കിലും ചരിത്രവും ഒരു മുന്നറിയിപ്പായിട്ട് ദൈവം നൽകിയിട്ടുണ്ട്. അനന്യാസ് സഫീറ ദമ്പതികൾ, അവരുടെ ചരിത്രം അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 1 മുതൽ 10 വരെയും, ശമര്യ പട്ടണത്തിൽ മാനസാന്തരപ്പെട്ട മന്ത്രവാദിയായ ഷീമോൻ ദൈവത്തെയും പണത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ ആഗ്രഹിച്ചവനാണ്. ലോകത്തെ സ്നേഹിച്ച് പൗലൂസിനെ വിട്ടുപോയ ദേമാസ്, ഇവരെല്ലാം ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ ആഗ്രഹിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ അവരെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ യേശുവിൻ്റെ ജീവിത മാതൃകയും ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളും ജീവിതത്തിൽ പ്രമാണമാക്കിക്കൊണ്ട് ജീവിച്ച അപ്പോസ്തലന്മാരുടെ ജീവിതശൈലി നമുക്ക് ഏവർക്കും പ്രചോദനം നൽകുന്നതാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായതെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ നിന്ദ്യവും അറപ്പും ആണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ ലോകം നമുക്ക് യോഗ്യമല്ല എന്നും നാം മനസ്സിലാക്കണം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. വചനം ഗ്രഹിപ്പാനുള്ള കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. യേശുവേ പോലെയാകുവാൻ യേശുവിൻ